ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു കോടതി. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനമെന്ന് ജാമ്യ ഉത്തരവിൽ തിരുവനന്തപുരം ACJM കോടതി ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് വീഴ്ചയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷം രംഗത്തെത്തി. അധിക്ഷേപ പരാമർശത്തിൽ ഇന്നലെയാണ് TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്. പോലീസ് വീഴ്ച ഓരോന്നായി എണ്ണിപ്പറഞ്ഞായിരുന്നു കോടതി ഉത്തരവ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. അറസ്റ്റ് നിയമ നടപടികൾക്ക് വിരുദ്ധമെന്നും ഉത്തരവിൽ പറയുന്നു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും കോടതി തള്ളി. നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് മനഃപൂർവ്വമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഇടത് യുവജന സംഘടനകൾ. വ്യാപകമായി എതിർപ്പ് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് ഒരു പേരിന് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ഒരു ലൂപ്പ് ഹോളിൽ ജാമ്യം കിട്ടിയതാണ്, എന്നാലും ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പ്രതിഷേധിച്ചവരെ താനായിരുന്നെങ്കിൽ വെടിവെക്കുമെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് സമരത്തിന്റെ ഭാഗമായതെന്നുമായിരുന്നു TG മോഹൻദാസിന്റെ പരാമർശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.